നിങ്ങൾ മാത്സ് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളാണോ? എങ്കിൽ ടീച്ചർ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. എന്തുകൊണ്ടാണ് പല കുട്ടികൾക്കും മാത്സ് ഇഷ്ടമല്ലാത്തതെന്ന് അറിയാമോ? കാരണം മാത്സ് എന്നത് പടികൾ കയറുന്നതുപോലെയാണ്. ഒരു സ്റ്റെപ്പ് മിസ് ചെയ്താൽ അടുത്ത സ്റ്റെപ്പ് മനസ്സിലാവില്ല. അഡീഷൻ അറിയില്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ബുദ്ധിമുട്ടാവും. ബേസിക്സ് ക്ലിയർ അല്ലെങ്കിൽ ആൽജബ്ര മനസ്സിലാകില്ല. പൊതുവേ മാത്സ് ബുദ്ധിമുട്ടാണെന്ന് പറയുന്ന കുട്ടികൾ പലപ്പോഴും ഇങ്ങനെ താഴെയുള്ള ചെറിയ സ്റ്റെപ്പുകൾ മിസ് ചെയ്ത കുട്ടികളാവും. പലരും പറയാറുണ്ട് മാത്സ് പഠിക്കാൻ ഒരു സ്പെഷ്യൽ ബുദ്ധി വേണമെന്ന്. പക്ഷേ വർഷങ്ങളോളം പഠിപ്പിച്ച ഒരു ടീച്ചർ എന്ന നിലയ്ക്കു എനിക്ക് ഉറപ്പിച്ചു പറയാനാവും എങ്ങനെ മാത്സ് പഠിക്കണം എന്നറിയാത്തതാണ് യഥാർത്ഥ കാര്യമെന്ന്. അതായത് ബുദ്ധിയുടെ പ്രശ്നമല്ല, ചിന്തയുടെ പ്രശ്നമാണ്. നിങ്ങൾക്ക് സയൻസ് പഠിക്കാൻ സാധിക്കാറുണ്ടോ? അല്ലെങ്കിൽ ഹിസ്റ്ററി പഠിക്കാൻ പറ്റാറുണ്ടോ? ഇതേ ബുദ്ധി തന്നെ മതി നിങ്ങൾക്ക് മാത്സ് പഠിക്കാനും. മാത്സ് മറ്റ് സബ്ജക്റ്റുകളെ പോലെ കണ്ടോ കേട്ടോ പഠിക്കാനുള്ള സബ്ജക്റ്റ് അല്ല, മറിച്ചു ചെയ്തു പഠിക്കേണ്ട സബ്ജക്റ്റാണ്. പ്രോബ്ലംസ് എഴുതണം, സോൾവ് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം. മറ്റ് സബ്ജക്റ്റുകളെല്ലാം നിങ്ങൾ വിചാരിച്ചാൽ പഠിച്ചു തുടങ്ങാൻ പറ്റും. പക്ഷെ മാത്സ് പഠിക്കണമെങ്കിൽ നിങ്ങൾ ബേസിക് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ലൈക്ക് അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഓപ്പറേഷൻ ഓഫ് ഫ്രാക്ഷൻസ് മുതലായവ നിർബന്ധമായും അറിഞ്ഞിരിക്കണം. മാത്സിൽ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ അതിൽ മിസ്റ്റേക്ക് വരുന്നത് ഒരു തെറ്റല്ല. ഓരോ മിസ്റ്റേക്സും ഒരു പുതിയ സ്റ്റെപ്സ് അല്ലെങ്കിൽ ചവിട്ടിക്കയറാനുള്ള ഒരു പടിയാണ്. അതുകൊണ്ട് ഞാൻ രക്ഷിതാക്കളോടും കുട്ടികളോടും ഒന്നുകൂടി പറയുന്നു, ആദ്യം നിങ്ങൾക്ക് ബേസിക് അറിയാമെന്ന് ഉറപ്പുവരുത്തുക. ബേസിക് അറിയില്ലെങ്കിൽ അതാദ്യം ശരിയാക്കുക. പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. പ്രാക്ടീസ് മേക്സ് യു പെർഫെക്റ്റ്.